ഒന്നും രണ്ടും വിവാഹങ്ങളും മൂന്നാമത്തെ ലിവിംഗ് ടുഗെദറും കഴിഞ്ഞ് നാലാം ദാമ്പത്യത്തിലാണ് നടൻ ബാല ഇപ്പോഴുള്ളത്. കോകിലയുമായുള്ള ദാമ്പത്യം സന്തോഷകരമായി മുന്നോട്ടു പോവുകയാണെന്നാണ് ബാല പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായുള്ള കോടികളുടെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകുമോ എന്ന കനത്ത ആശങ്കയിലായിരുന്നു നടന്റെ കുടുംബം. ഒടുക്കം കോകില ജീവിതത്തിലേക്ക് എത്തിയതോടെ നടന്റെ കുടുംബത്തിനും ഇപ്പോൾ ആശ്വാസമായി എന്നാണ് വിവരം. അതിനിടെയാണ് കോകില ബാലയെ വിളിക്കുന്ന പേര് ആരാധകരുടെ ഹൃദയവും കീഴടക്കുന്നത്. മാമ എന്ന പല ടോണിലുള്ള വിളിയാണ് അവരുടെ വീഡിയോയുടെ തന്നെ ഹൈലൈറ്റും. എങ്കിൽ ഇപ്പോഴിതാ ബാലയെ മുൻ ഭാര്യമാർ വിളിച്ചിരുന്ന പേരാണ് ശ്രദ്ധ നേടുന്നത്. 27-ാം വയസ്സിലാണ് അമൃത സുരേഷിനെ ബാല വിവാഹം കഴിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ബാല മറ്റൊരു വിവാഹം കഴിച്ചിരുന്നു. വളരെയധികം രഹസ്യമാക്കി വച്ചിരുന്ന ആ വിവാഹത്തെക്കുറിച്ച് അമൃത തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയത്. കർണാടക ബാംഗ്ലൂർ സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡിയാറിനെയാണ് ബാല ആദ്യം വിവാഹം കഴിച്ചത്. അമൃതയുമായി പ്രണയത്തിലാകുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമുള്ള ഈ വിവാഹം. ബാലണ്ണ എന്നായിരുന്നു ചന്ദന ബാലയെ വിളിച്ചിരുന്നത്. ഒടുവിൽ അവളെ എത്രത്തോളം വേദനിപ്പിക്കാമോ അത്രത്തോളം വേദനിപ്പിച്ച് നോവിച്ച് ഡിവോഴ്സ് ചെയ്ത ശേഷമാണ് ബാല അമൃതയിലേക്ക് എത്തിയത്. എന്നാൽ ഇതൊന്നും അമൃത അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇങ്ങനെയൊരു വിവാഹബന്ധം ഉണ്ടെന്ന് അമൃതയ്ക്ക് അറിയാമായിരുന്നു. എന്നാൽ പലതും പറഞ്ഞ് അമൃതയെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു ബാല. ആദ്യ വിവാഹത്തെക്കുറിച്ച് അമൃതയുടെ വീട്ടുകാർ അറിഞ്ഞപ്പോൾ അവർ എതിർക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ഇഷ്ടമാണ് വലുതെന്ന് വാശി പിടിച്ച അമൃതയുടെ ഇഷ്ടത്തിന് ഒപ്പം നിൽക്കുകയായിരുന്നു വീട്ടുകാർ. ചേട്ടൻ, ബാലച്ചേട്ടൻ എന്നൊക്കെയാണ് അമൃത ബാലയെ വിളിച്ചിരുന്നത്. വിവാഹമോചനം നേടി പരസ്പരം അകന്നപ്പോഴും ഇന്നും ഇപ്പോഴും മുൻ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം അമൃത ചേട്ടൻ, ബാലച്ചേട്ടൻ എന്ന് തന്നെയാണ് പറയാറ്. ഞാൻ ഒരിക്കൽ സ്നേഹിച്ചിരുന്ന ആളല്ലേ എന്ന ബഹുമാനം അമൃത ഇപ്പോഴും നൽകാറുണ്ട്. ഇവർ തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെയാണ് വർഷങ്ങളോളം നീണ്ട പോരാട്ടത്തിനൊടുവിൽ അമൃത ഡിവോഴ്സ് വാങ്ങിയെടുത്തത്. 2 വർഷങ്ങൾക്കിപ്പുറമാണ് തൃശ്ശൂരുകാരിയും ഡോക്ടറുമായ എലിസബത്തിനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് വിവാഹം കഴിച്ചത്. ഒരുമിച്ച് ജീവിതം തുടങ്ങിയ ശേഷമായിരുന്നു ഇരുവരും വിവാഹ റിസപ്ഷൻ അടക്കം സംഘടിപ്പിച്ചതും. എലിസബത്ത് പുള്ളിക്കാരൻ, പുള്ളി, അങ്ങേര്, ഇങ്ങേര് എന്നൊക്കെയാണ് വിളിച്ചിരുന്നതും പറഞ്ഞിരുന്നതും. ഇപ്പോൾ അയാൾ എന്ന പേരും വിളിക്കുന്നുണ്ട്. ബാലയും എലിസബത്തും നിയമപരമായി വിവാഹിതരായിരുന്നില്ല. അതിനു പിന്നിൽ സംഭവിച്ചത് തന്നെ ചതിക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് എലിസബത്ത് കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഇവർ തമ്മിൽ ലിവിംഗ് ടുഗെദർ ബന്ധം മാത്രമായതിനാൽ വിവാഹമോചനത്തിന്റെ നൂലാമാലകളൊന്നും ഇല്ലാതെയാണ് വേർപിരിഞ്ഞത്. ഒടുവിൽ മാസങ്ങൾക്കൊടുവിലാണ് ബാല കോകിലയിലേക്ക് എത്തിയതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.